ഹായ് ഗൈസ്, കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദി അറ്റാക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ ഇന്റലിജൻസ് ഫെയിലിയർ നടന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് പറയുന്നു ഇസ്രായേലിന്റെ അഡ്വൈസ് എടുത്തുകൊണ്ടെങ്കിലും ഇസ്രായേലിനെ പോലെ ബിഹേവ് ചെയ്യാൻ ഇന്ത്യ പഠിക്കണമെന്ന്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു മോഡി ഗവൺമെന്റിന്റെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുറന്ന് കാണുക. പകുതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ സൈഡഡ് ആയിട്ട് തോന്നും. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കാശ്മീരിലെ പഹൽഗാം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവിക്കാൻ ഒട്ടും പാടില്ലാത്ത കാര്യമായിരുന്നു. ഒന്ന്, നമ്മുടെ കുറേ അധികം വിലപ്പെട്ട ഇന്ത്യൻസിന്റെ ജീവനാണ് പോയത്. ഇതിൽ ഇന്ത്യൻസ് മാത്രമല്ല, പുറം രാജ്യത്തു നിന്നുള്ള പല ടൂറിസ്റ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നും പറയുന്നുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു വന്നാലോ നമുക്കറിയുള്ളൂ ഏതെല്ലാം രാജ്യത്തുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നതെന്ന്. ഏകദേശം 27ഓളം പേര് മരണപ്പെട്ടു എന്ന് പല ഇതിലും പറയുന്നുണ്ടെങ്കിലും മരണം കൂടുതലായിട്ടും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നോളം വരെ എത്ര പേര് മരണപ്പെട്ടു, എത്ര പേര് ഇഞ്ചൂർഡ് ആയി എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അനക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഇന്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു. ഇന്റലിജൻസ് ഫെയിലിയർ ആണെന്ന് വെച്ചാൽ തികച്ചും ഇതൊരു ഇന്റലിജൻസ് ഫെയിലിയർ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഒരു സ്ഥലം കൂടുതലായിട്ടും ടൂറിസ്റ്റ് പോകേണ്ട മേഖലകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രമാത്രം വലിയൊരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഇന്റലിജൻസ് അവേക്കൻ ആവേണ്ടതായിരുന്നു. കാരണം നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റലിജൻസ് ഏജൻസി എന്ന് നമ്മൾ തന്നെ എത്ര വട്ടം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇതൊന്ന് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇതിൽ ഇന്റലിജൻസിനെ കംപ്ലീറ്റ് കുറ്റം പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതും പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഈ അണുക്കൾ പോലെയാണ് ഈ തീവ്രവാദികളും ഉള്ളത്. അതായത് 99.9% നമ്മൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരെണ്ണം ഉള്ളിലോട്ട് കിടന്നാൽ മതി, അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത് കാരണം ആ ഒരു സംഭവം തന്നെ നശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ തീവ്രവാദികൾ. അതായത് നമ്മൾ 99.9% നമ്മുടെ ഇന്റലിജൻസും ആർമിയും ചേർന്ന് ഇതിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാലും ഒരു അറ്റാക്ക് മതി. അതായത് ഈ ഒരു ഏജൻസികളുടെ എല്ലാത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്ന രീതിയിലായിരിക്കും അറ്റാക്ക് ഉണ്ടാവുന്നതും അത് ഏറ്റവും വലിയൊരു നാണക്കേടാവുകയും ചെയ്യും. അപ്പോൾ അതുവരെ വാഴ്ത്തിക്കൊണ്ടിരുന്ന എല്ലാവരും ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങും, ഇവരെ അതായത് ചീത്ത വിളിക്കാൻ തുടങ്ങും, എല്ലാം ചെയ്യും. അതായത് ചോദ്യം ചെയ്യേണ്ട നമ്മൾ പറയുന്നില്ല, ചോദ്യം ചെയ്യണം, ഇതൊരു ഡെമോക്രസിയാണ്. പക്ഷെ തെറി വിളികൾ കുറയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവര് നമുക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടിട്ട് അതായത് എത്രമാത്രം അതായത് ഇവർ അവേക്കൻ ആയില്ലെങ്കിൽ എത്രമാത്രം അറ്റാക്കുകൾ നടന്നിട്ടുണ്ടാവും. അതെല്ലാം തടഞ്ഞ് ലാസ്റ്റ് ഒറ്റൊരു അറ്റാക്കുകൾ കാരണം ഇവരെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അത്രമാത്രം ഒരു നല്ലൊരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഇനി അത് എങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്റലിജൻസ് മേഖല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇന്റലിജൻസ് ഫെയിലിയർ ഇവിടെ മാത്രമല്ല, റഷ്യയിൽ നടക്കും, അമേരിക്കയിൽ നടക്കും, ഈവൻ ബെസ്റ്റ് ഇന്റലിജൻസ് ഏജൻസിയല്ല ഇസ്രായേലിലടക്കം നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് അവരെ വെറുതെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, അതായത് മോഡി ഗവൺമെന്റ് ഒരു ഫെയിലിയർ ആണോ ഇവിടെ നമ്മൾ കണ്ടത്. അതായത് എന്തുകൊണ്ടാണ് ഈ തീവ്രവാദി അറ്റാക്കുകൾ നടന്നിരുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കഴിയുമ്പോഴും അതായത് ഈ മോഡി ഗവൺമെന്റ് പറഞ്ഞത് തീവ്രവാദത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോട്ട് നിരോധനം കണ്ടപ്പോഴും അതായത് തീവ്രവാദികളുടെ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടും ഇപ്പോൾ നടന്നില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് ഇതിൽ കുറേ അധികം ഫെയിലിയർ ഇന്ത്യൻ സൈഡിൽ നിന്ന് സംഭവിച്ചു. ഒന്ന്, ഇന്റലിജൻസ് ഫെയിലിയർ. രണ്ടാമത്തത്, ലോക്കൽസിന്റെ പല സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലോക്കൽസിന്റെ സപ്പോർട്ട് കിട്ടുന്നോടം വരെ നമ്മുടെ ഇന്റലിജൻസും അതുപോലെ തന്നെ ആർമിയും എല്ലാം എന്ത് ചെയ്യായിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഒബ്വിയസ്ലി ഇതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ്റെ ഒപ്പം നിന്നിട്ടുമുണ്ട്. ആ ഒരു അറ്റാക്കിൽ നമ്മൾ അതായത് കണ്ടോളൻസ് അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ അറ്റാക്കുകൾ ഇപ്പോൾ നടന്നത്. ഒന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതലായിട്ടും ടൂറിസ്റ്റ് സ്പോട്ടുകളായി മാറി. ഈ ടൂറിസ്റ്റ് സ്ഥലമായി മാറിക്കഴിഞ്ഞപ്പോൾ കാശ്മീരിലെ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ തുടങ്ങിയത്. അതായത് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ മറ്റു മതത്തിൽ നിന്നോ ഇല്ല. അതായത് അവിടെയുള്ള എല്ലാ ജനങ്ങളുമാണ് ഒരേപോലെ രക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് 2023 മാത്രം 2.11 കോടി ജനങ്ങളാണ് ടൂറിസ്റ്റുകളായിട്ട് ഈ കാശ്മീർ വാലിയിലോട്ട് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 2024 ആയി കഴിഞ്ഞപ്പോൾ തന്നെ 2.32 കോടിയായിട്ട് അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഒബ്വിയസ്ലി 2025 ഡാറ്റ പുറത്തു വരുമ്പോൾ അത് കൂടുമെന്ന് ഈ തീവ്രവാദികൾ പേടിക്കുന്നു. അങ്ങനെ ഇവിടെ കൂടുതലായിട്ടും സുന്ദരമായ
അതായത് കുറെ പ്രദേശങ്ങളുള്ള സ്ഥലങ്ങൾ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവിടെ സമാധാനം വരികയാണെങ്കിലും ഈ തീവ്രവാദികൾക്ക് ഇനി ഇവിടെ പ്ലേസ് ഇല്ല എന്നറിയാം. അപ്പോൾ ഇവിടെ എങ്ങനെയും ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് തന്നെയാണ് അവർ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴാണ് ഈ TRF എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടന ഫോം ആയത്. കാശ്മീരിന്റെ ഈ അതായത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന റൈറ്റ്സ് തിരികെ കിട്ടാൻ വേണ്ടിയാണ് ഈ തീവ്രവാദികൾ ഉണ്ടായിരിക്കുന്നത്. ലഷ്കർ ഇ തയ്യബിന്റെ ഒരു സബ് ഗ്രൂപ്പാണ് ഇവര്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് കാശ്മീർ വളരാൻ പാടില്ല. വളർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ഈ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമെന്ന് അറിയാം. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവർ സക്സസ് ആയി. ഇതിൽ നമ്മൾ നമ്മുടെ പരാജയം അക്സെപ്റ്റ് ചെയ്യണം. ഇനി അടുത്തത് എന്താ എന്നുള്ള ചോദ്യത്തിലോട്ടാണ് നമ്മൾ നീങ്ങേണ്ടത്. അടുത്തത് നമ്മൾ ഇസ്രായേലിന്റെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് അതായത് നമ്മളും ഈ ഒരു രീതിയിൽ ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും തീവ്രവാദികൾക്ക് മതമില്ല 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 എന്ന്. പക്ഷേ ഈ ഒരു ലോകത്ത് നടക്കുന്ന 99% തീവ്രവാദ അറ്റാക്കുകൾക്കും പിന്നിലുള്ള ഗ്രൂപ്പുകളുടെ മതം ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനുള്ള എവിഡൻസ് കിട്ടുമെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസിലോട്ടല്ല പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ച തന്നെ പാകിസ്ഥാൻ ആർമീന്റെ ചീഫ് ഒരു വീഡിയോ പുറത്തിറക്കി. അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഡിഫറെൻ്റ് ആണ്, 2 മതങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും സഹോദരങ്ങളായി കാണരുത്, അവരെ വേറെ മതമാണ്, നമ്മൾ വേറെ മതമാണ്, അതായത് ഹിന്ദുക്കളും മുസ്ലിമുകളും ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള അതായത് അഗ്രസീവായ കുറെ സ്പീച്ച് തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടും ഹിന്ദുക്കൾ കാഫറുകളാണ് എന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹിന്ദുക്കളുമായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ബന്ധത്തിനും നമ്മൾ തയ്യാറാവരുത്, നമ്മൾ ആ ഒരു രീതിയിലല്ല ഉള്ളത് എന്നുള്ളത്. പാകിസ്ഥാന്റെയും പാകിസ്ഥാൻ ആർമീന്റെയും എല്ലാം ലക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഹിന്ദുക്കൾ നമ്മളുമായിട്ട് ഒരു ബ്രദർഹുഡ് ആവാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ മതം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ലഷ്കർ ഇ തയ്യബിനെ നയിക്കുന്നതും ഒരു മതം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഹമാസ് അതായത് ഈ POK പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിൽ വന്ന് ഉള്ള പ്രസ്താവന നടത്തുമ്പോഴും അതുപോലെ തന്നെ അവിടെയുള്ള റാലികൾ നടത്തുമ്പോഴും നമ്മൾ പറഞ്ഞതാണ് അതായത് ഇതേപോലെയുള്ള അറ്റാക്ക് സാധ്യതകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ എല്ലാം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ ഈ തീവ്രവാദികളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഒരേ അതായത് സൂചന വന്നതാണ് എന്തോ വലുത് സംഭവിക്കാൻ പോവാന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും നമ്മൾ അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വീഴ്ച വലുത് തന്നെയാണെന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ഇന്റലിജൻസ് ഫെയിലിയറും കൂടിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇസ്രായേലിന്റെ രീതി ഫോളോ ചെയ്യണോ എന്ന് നോക്കേണ്ടത്. അതായത് ഒക്ടോബർ 7 ഇതേപോലെയുള്ള തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി അത്രയധികം ആൾക്കാരെ കൊല്ലുകയും കുറെ പേരെ റെഫ്യൂജീസായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽ എന്താ ചെയ്തത്? ലോകം മുഴുവനും അവരെ എതിർത്തു. അതായത് പല വെസ്റ്റേൺ രാജ്യങ്ങളും അവരുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന പല രാജ്യങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ മാറ്റിയും അതായത് അവരുടെ തീരുമാനങ്ങൾ എല്ലാം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് അവർ ഇസ്രായേലിന് എതിരെ തന്നെ വന്നു. എന്നിട്ടും ഇസ്രായേൽ പേടിച്ചു. അവർക്കറിയാം അതായത് ഈ തീവ്രവാദികളെ വെറുതെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളെ അവരുടെ രാജ്യത്തിന് തന്നെ വലിയൊരു സുരക്ഷാ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് തന്നെ അതായത് ഇന്ന് അറ്റാക്ക് നടത്തുമോ നാളെ തന്നെ മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് അത് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത് പോകാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ കുറെ അധികം തയ്യാറെടുപ്പുകൾ എടുക്കണം. അതായത് കുറെ അധികം അഡീഷണൽ ഫോഴ്സിനെ ജമ്മു കാശ്മീരിലോട്ട് കൊണ്ടുവരണം. ഒപ്പം തന്നെ ഈ തീവ്രവാദികൾ ബംഗ്ലാദേശിലുമുണ്ട്. അപ്പോൾ ഈ സൈഡും നമുക്ക് അത്ര വീക്ക് ആക്കാൻ പറ്റില്ല. ഇനി അപ്പുറത്ത് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രഷർ വരാൻ അവരും പരമാവധി ശ്രമിക്കും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഒരുപോലെ ഈക്വലായി ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതായത് ഇസ്രായേലിനെ ഒരു പാഠമായി എടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതായത് ഇത്രയും കാലം നമ്മൾ പുറത്തു, ഇനി എങ്ങനെ നമ്മൾ പൊറുക്കാതെ അതായത് അറ്റ്ലീസ്റ്റ് POK എങ്ങനെ നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് അതായത് ഈ തീവ്രവാദികൾക്ക് ഒരു തക്കതായ ഒരു മറുപടി കൊടുക്കണം എന്നുള്ളതാണ് എല്ലാ ഇന്ത്യൻസിന്റെയും അതുപോലെ തന്നെ എന്റെയും എല്ലാം ആവശ്യം.